ഹലോ, അസ്സലാമലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് മുമ്പ് ഷൂട്ട് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. പെരുന്നാൾ ദിവസത്തെ രാവിലത്തെ കുറച്ച് പ്രിപ്പറേഷൻസും അതുപോലെ തന്നെ അന്നത്തെ ട്രിപ്പിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. പല കാരണങ്ങൾ കൊണ്ടും സമയത്ത് എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ അത് അപ്ലോഡ് ആക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പെരുന്നാൾ ദിവസം പ്രത്യേകിച്ച് റൂമിലോട്ട് ആരും ക്ഷണിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കാര്യമായിട്ട് വരാറുള്ളത് എൻ്റെ ബ്രദറാണ് കേട്ടോ. പിന്നെ ഈ ഒരു കൊറോണ സിറ്റുവേഷനൊക്കെ ആയതുകൊണ്ട് നമ്മൾ അധികം അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകാറൊന്നും ഇല്ലല്ലോ. അപ്പോൾ അവനന്ന് അവൻ്റെ റൂമിൽ തന്നെ, അവൻ്റെ ബാച്ചിലേഴ്സ് റൂമിൽ തന്നെയാണ് പെരുന്നാളൊക്കെ കൂടുന്നതെന്ന് പറഞ്ഞു. പിന്നെ നമ്മളിവിടെ പെരുന്നാളിൻ്റെ ദിവസം അബഹയിൽ പോകാനൊക്കെ ആയിരുന്നു കേട്ടോ പ്ലാൻ. ഒരു 3-4 ദിവസത്തെ ട്രിപ്പ് ഇക്കാൻ്റെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് പോകാനൊക്കെ ആയിരുന്നു പ്ലാന്. പക്ഷേ ആ ഒരു 4 ദിവസത്തിൻ്റെ ഇടയിലൊരു ദിവസം ഇക്കാക്ക് ഫ്ലൈറ്റ് ഷെഡ്യൂളായിട്ട് വന്നു. അപ്പോൾ അന്ന് ഡ്യൂട്ടിക്ക് പോലെ മസ്റ്റായിരുന്നു. ഫ്ലൈറ്റ് വല്ലപ്പോഴും മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഡ്യൂട്ടിക്ക് പോകൽ എന്തായാലും ഒഴിവാക്കാൻ പറ്റുന്ന കാര്യമല്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ ആ ട്രിപ്പിൽ നിന്ന് അങ്ങനെ ഒഴിവായി. പക്ഷെ മുൻകൂട്ടി മക്കളോടൊക്കെ ഇങ്ങനെ ട്രിപ്പ് പോകുന്നുണ്ടെന്ന് പറഞ്ഞ് കുട്ടികളൊക്കെ റെഡിയാക്കിയിട്ട് പെട്ടെന്ന് അങ്ങനെ ക്യാൻസലായി, നമ്മൾ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ മക്കൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ അവരെയും കൊണ്ട് എങ്ങോട്ടെങ്കിലും പോലും മസ്റ്റായിരുന്നു. അപ്പോൾ അങ്ങനെ വിചാരിച്ചെന്നാൽ നേരെ തായ്ഫിലോട്ട് വിടാം. തായ്ഫിൽ വലിയ തണുപ്പുള്ള സമയമൊന്നുമല്ല, പക്ഷേ എങ്കിലും അവരെയും കൊണ്ട് എങ്ങോട്ടെങ്കിലും പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തായ്ഫിലേക്ക് പോകാനായിരുന്നു പ്ലാന്. അപ്പോൾ നേരത്തെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് നേരത്തെ അങ്ങ് വിടാം എന്നൊക്കെയാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഫുഡ് ചെയ്യുന്നത് ചിക്കൻ ചില്ലി ഗ്രേവി ആയിട്ടും പിന്നെ ബീഫ് ചില്ലി ഡ്രൈ ആയിട്ടും പിന്നെ ഫ്രൈഡ് റൈസും അത്രയാണ് ചെയ്യുന്നത്. മക്കൾക്കൊന്നും ബിരിയാണി വലിയ താല്പര്യമില്ല. മോനൊക്കെ ഫ്രൈഡ് റൈസാണ് കുറച്ചും കൂടെ കഴിക്കുക. പിന്നെ എനിക്ക് ഏറ്റവും ഉണ്ടാക്കാൻ എളുപ്പമായിട്ടുള്ളതും ഫ്രൈഡ് റൈസും ചിക്കൻ ചില്ലി ഗ്രേവിയൊക്കെയാണ്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ചിക്കനും അതുപോലെ ബീഫും കാര്യങ്ങളൊക്കെ നല്ലപോലെ കഴുകി കട്ട് ചെയ്ത് വെള്ളം വാരാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് നല്ലപോലെ വെള്ളമൊക്കെ ഒന്ന് വാർത്തെടുക്കുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ സവാള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുകയാണ്. ഒരുപാട് ക്വാണ്ടിറ്റിയിലൊന്നും ചെയ്യുന്നില്ല കേട്ടോ, വളരെ കുറച്ച് ചെയ്യുന്നുള്ളൂ. കാരണം നമുക്കും പിന്നെ പോകുന്ന വഴിക്ക് എൻ്റെ റിലേറ്റീവിനെ മക്കത്തിൽ നിന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്കും ഞങ്ങൾക്ക് മാത്രം കഴിക്കാനുള്ള ഫുഡ് മാത്രമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിന്നിപ്പോൾ ചെയ്യുന്ന ചിക്കൻ ചില്ലിയുടെയും അതുപോലെ തന്നെ ബീഫ് ചില്ലി ഡ്രൈയുടെ ഒക്കെ റെസിപ്പി മുമ്പേ നമ്മുടെ ഈ ടേസ്റ്റ് അതായത് നമ്മുടെ കുക്കിംഗ് ചാനലിനകത്ത് അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റെസിപ്പി മാത്രം നോക്കേണ്ടവർക്ക് അതിൻ്റെ ലിങ്ക് ഞാനിവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർക്കുന്നുണ്ട്, അത് ചെക്ക് ചെയ്യാം കേട്ടോ. ഇതിനകത്ത് ഇപ്പോൾ ഞാനിങ്ങനെ പെട്ടെന്ന് പറഞ്ഞു വന്നുകൊണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാവും അളവും കാര്യങ്ങളൊക്കെ. ആദ്യം തന്നെ ചെയ്യുന്നത് ചിക്കൻ ചില്ലി ഗ്രേവിയിലേക്കുള്ള ചിക്കൻ ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ അതിലേക്കൊരു മസാല തയ്യാറാക്കുകയാണ്. അതിലേക്ക് ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നാക്കി പേസ്റ്റ് ആക്കിയത്, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, കുറച്ച് കുരുമുളകിൻ്റെ പൊടി, ആവശ്യത്തിൽ ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഇപ്പോൾ നമ്മൾ കഴുകിയെടുത്തിട്ടുള്ള ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ ഫ്രൈഡ് റൈസിലേക്ക് നമ്മൾ കുറച്ച് ചിക്കൻ ഇങ്ങനെ ചീകിയെടുത്ത് ചേർക്കുമല്ലോ, അതും ഈ ഒരു സെയിം മാരിനേഷൻ ചെയ്തിട്ടുള്ള ചിക്കനിൽ നിന്ന് തന്നെ ചീകിയെടുക്കുകയാണ് കേട്ടോ ചെയ്യാം. സെപ്പറേറ്റ് ആയിട്ട് ഫ്രൈ ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ ഇതേ ചിക്കൻ ചില്ലിയിലേക്കുള്ള ചിക്കൻ ഞാനവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ബീഫ് ചില്ലി ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബീഫ് പ്രഷർ കുക്കറിൽ ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും വളരെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചൊക്കെ ചേർത്തിട്ട് വളരെ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് പ്രഷർ കുക്കർ അടച്ച് വെച്ച് വേവിക്കുകയാണ്. ഒരു മീഡിയം ഫ്ലെയിമിൽ 3 വിസിലൊക്കെ വന്നാൽ മതിയാകും, നമ്മൾ എടുക്കുന്ന ബീഫിനനുസരിച്ചിട്ടോ. കാരണം ബീഫ് ചില്ലി ചെയ്യുന്ന സമയത്ത് ബീഫ് ഒരു 3/4 ഭാഗത്തോളം വേവായാൽ മതി, ബാക്കി നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് കുക്കായിക്കോളും. അപ്പോൾ അത് അവിടെ അങ്ങനെ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഫ്രൈഡ് റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൈസ്, അതായത് നമ്മുടെ ബസ്മതി റൈസിനെ ഒന്ന് കുതിർത്തിട്ട് വെക്കുന്നതാണ് അടുത്ത പരിപാടി. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് എടുത്തിട്ടുള്ള വിക്ടോറിയയുടെ പ്രീമിയം ഇന്ത്യൻ ബസ്മതി റൈസാണ് കേട്ടോ. ഇത് ഫ്രൈഡ് റൈസ് ചെയ്യാൻ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബസ്മതി റൈസാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അതായത് സൗദിയിൽ നിൽക്കുന്നവർക്കൊക്കെ ഈ റൈസ് വേണമെങ്കിൽ വാങ്ങിച്ചു നോക്കാം. നമുക്ക് എപ്പോഴും പുതിയൊരു റൈസ് അതായത് ബസ്മതി റൈസ് വാങ്ങുമ്പോൾ ടെൻഷൻ ആയിരിക്കുമല്ലോ, അതുകൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആവുമോ എന്നുള്ളതൊക്കെ. പക്ഷേ ഇത് ബിരിയാണി ചെയ്യാനാണെങ്കിലും അതുപോലെ തന്നെ ഫ്രൈഡ് റൈസിന് കുറച്ച് എക്സ്ട്രാ ലോങ് ആയിട്ടുള്ള ഗ്രെയിനാണ് നല്ലത്. അപ്പോൾ ഈ ഒരു അരി നല്ല പെർഫെക്റ്റ് ആണ് കേട്ടോ ഫ്രൈഡ് റൈസ് ചെയ്യാൻ. അപ്പോൾ റൈസ് നന്നായിട്ട് 2-3 തവണ വെള്ളം ക്ലിയർ ആവുന്നവരൊക്കെ കഴുകിയിട്ട് പിന്നെ കുറച്ച് വെള്ളത്തിൽ അങ്ങനെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 30 മിനിറ്റ് അങ്ങനെ കുതിർത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് റൈസ് കുക്ക് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ ചിക്കൻ ചില്ലി ഗ്രേവി ചെയ്യുന്നതിലേക്ക് കുറച്ച് സവാള ഇതളുകളായി ഇങ്ങനെ അടർത്തി എടുക്കണം. അപ്പോൾ അതൊന്ന് ചെയ്തിട്ട് എടുക്കുകയാണ്. നമ്മൾ സാധാരണ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്ന രീതിയിലല്ല കേട്ടോ അത് ചെയ്യുക, ഇതിങ്ങനെ ഇതളായിട്ട് അടർത്തി എടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതവിടെ റെഡിയാക്കി വെച്ചു. പിന്നെ അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുക്കണം, അതെല്ലാം അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്.
അപ്പോൾ ചിക്കനൊക്കെ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ചിക്കൻ കഷ്ണങ്ങൾ 1, 2, 3 ബാച്ചായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ഈ ഒരു ഫ്രൈ ചെയ്യുന്ന ഓയിൽ തന്നെ കുറച്ച് എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ഇതിൻ്റെ ഗ്രേവി ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഓയിൽ ഒഴിവാക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഈ ഒരു ഓയിൽ തന്നെ ചെയ്താൽ മതി. ഇത് മുഴുവനായിട്ട് എടുക്കേണ്ട ആവശ്യം വരില്ല കേട്ടോ. ഇതിൽ നിന്ന് കുറച്ച് മാറ്റിയെടുത്തിട്ട് പിന്നെ ഇതിൽ തന്നെ ഇട്ടിട്ട് ഗ്രേവി ചെയ്താലും മതി. അപ്പോൾ ബീഫൊക്കെ ഞാൻ 2-3 വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സ്റ്റീം പോകാനായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ചിക്കൻ ഈ ഒരു ഭാഗത്ത് ഫ്രൈ ചെയ്യുന്നുണ്ട്. മറ്റൊരു ഫ്ലെയിമിൽ ഞാൻ ഫ്രൈഡ് റൈസിൻ്റെ റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ ഊറ്റിയെടുക്കുന്ന രീതിയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് അധികം ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം ഉപ്പ് ചേർക്കാൻ. അതുപോലെ തന്നെ ഒരു 1 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും കൂടെ നമ്മുടെ റൈസ് ഇങ്ങനെ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വെള്ളം തിളച്ച് വരുമ്പം നമ്മൾ കുതിർത്തി വെച്ചിട്ടുള്ള ആ ഒരു അരി ഉണ്ടല്ലോ, അതിനകത്തുള്ള വെള്ളം ഒഴിവാക്കി എടുത്തിട്ട് അരി മാത്രം ആ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യാം. അപ്പോൾ ഒരു ഭാഗത്ത് ഫ്രൈഡ് റൈസിൻ്റെ റൈസും കുക്ക് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ചിക്കൻ ചില്ലിയിലേക്കുള്ള ചിക്കനും കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനതിലെ ഗ്രേവി ചെയ്ത് തുടങ്ങാൻ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ സ്റ്റാർട്ടിംഗ് ഒന്നും കാണിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെസിപ്പി വേണ്ടവർക്ക് ആ ഒരു ലിങ്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇത് ഞാനിപ്പോൾ നമ്മുടെ ആ ഒരു ഫ്രൈ ചെയ്തിട്ടുള്ള ഓയിലിൽ നിന്നും കുറച്ച് ഓയിൽ മാറ്റിയിട്ടാണ് കേട്ടോ അതിനകത്ത് ഗ്രേവി ചെയ്യുന്നത്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുത്തതും അതുപോലെ തന്നെ നമ്മൾ എടുത്തിട്ടുള്ള സവാളയും കാര്യങ്ങളൊക്കെ ചേർത്ത് നല്ലപോലെ വഴറ്റി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടി, ഗരം മസാല പൗഡർ, പെപ്പർ പൗഡറൊക്കെ ചേർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സോസും നമ്മുടെ സോയ സോസ്, അതുപോലെ തന്നെ ടൊമാറ്റോ കെച്ചപ്പൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ഒരുപാടൊന്നും സവാള അങ്ങനെ കുഴഞ്ഞ് അങ്ങനെ പോകണ്ട കേട്ടോ. ചിക്കൻ ചില്ലി ഗ്രേവി അറിയാമല്ലോ, അതിങ്ങനെ കുറച്ചിങ്ങനെ അത്രയ്ക്ക് അങ്ങോട്ട് കുഴഞ്ഞ് പോകണ്ട സവാളയും കാര്യങ്ങളൊക്കെ. അപ്പോൾ സോസും കാര്യങ്ങളൊക്കെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു മീഡിയം സൈസായിട്ടുള്ള ക്യാപ്സിക്കം കൂടെ ഒന്ന് സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്തും കൂടെ ചേർക്കണം. എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഗ്രേവി നമുക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ചിട്ടുള്ള ചൂട് വെള്ളമാണ് കേട്ടോ ഇനി ഒഴിച്ചു കൊടുക്കുക, പച്ചവെള്ളമല്ല ഒഴിച്ചു കൊടുക്കുക. അപ്പോഴത്തെ ക്യാപ്സിക്കം കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കും. ക്യാപ്സിക്കം ഒരുപാട് അങ്ങനെ വെന്ത് എന്താ പറയുക കാണാതായി പോകാനൊന്നും പാടില്ല. കുറച്ച് അങ്ങനെ തന്നെ കിടക്കണം, അതാണ് കാണാനും അതുപോലെ തന്നെ കഴിക്കാനൊക്കെ ടേസ്റ്റ്. ഇത്രയും കൂടി ചേർത്തിട്ട് ഇനിയിപ്പോൾ ഞാൻ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കും. പിന്നെ നമ്മളിത് കുറുക്കിയെടുക്കുന്നത് കോൺഫ്ലോറൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ. കുറച്ചിങ്ങനെ തിക്കായിട്ടാണല്ലോ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഒരുപാടൊന്നും വെള്ളം വേണ്ട. ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വളരെ കുറച്ച് വെള്ളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആ വെള്ളം നന്നായിട്ട് ഇങ്ങനെ തിളച്ചത് ബോയിലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് ഫ്രൈ ചെയ്തിട്ടുള്ള. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഫ്രൈഡ് റൈസിലേക്ക് കുറച്ച് ബോൺലെസ് ആയിട്ടുള്ള കഷ്ണങ്ങൾ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ഇതാണ് കോമ്പിനേഷൻ ചെയ്യുന്നതെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഫ്രൈഡ് റൈസിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ സെയിം ചിക്കൻ കഷ്ണങ്ങൾ തന്നെ മതി കേട്ടോ. ഇതിൽ നിന്ന് ഇങ്ങനെ ചീകി എടുത്താൽ മതിയാകും, എല്ലില്ലാത്ത കഷ്ണങ്ങൾ എടുത്തിട്ട്. അപ്പോൾ ചിക്കനും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം കേട്ടോ. കാരണം ഇതിങ്ങനെ കുറച്ച് തിക്കായിട്ട് നമുക്ക് ഒട്ടും ഗ്രേവി വേണ്ടെങ്കിൽ ഇതുപോലെ ഒരു 2-3-4 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. പക്ഷേ ഞാൻ കുറച്ചും കൂടെ ഗ്രേവി ഇതിനകത്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ നല്ല തിളച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാണ്. ഇനി ഇത് കുറുകി വരാൻ വേണ്ടി ഞാൻ 1-2 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ കലക്കി അതും കൂടെ ഒഴിച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ അതവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മല്ലിയില വേണമെങ്കിൽ ചേർക്കാം, അതല്ലെങ്കിൽ നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പോൾ ഡീറ്റെയിൽ റെസിപ്പി വേണ്ടവരായി ചെക്ക് ചെയ്യുക. ഇനിയിപ്പോൾ ഞാനവിടെ ബീഫ് ചില്ലി ചെയ്യാൻ വേണ്ടിയിട്ട് ബീഫ് ചില്ലിയൊക്കെ പ്രഷർ കുക്കറിൽ നിന്ന് എടുത്ത് അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ അത് ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ ഇതിലേക്കുള്ള പച്ചമുളക് അതുപോലെ തന്നെ കറിവേപ്പില കാര്യങ്ങളൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ വെളുത്തുള്ളിയും കൂടെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. നല്ലൊരു ഫ്ലേവറാണ് നമ്മൾ ബീഫ് ചില്ലി ട്രൈ ചെയ്യുമ്പോൾ. എന്താ പറയുക, വെളുത്തുള്ളി കൂടെ ഫ്രൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇടുമ്പോഴേ ആ വെളുത്തുള്ളി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മൾ റെസിപ്പി മാത്രം ചെയ്തതിനകത്ത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പച്ചമുളക് അതുപോലെ തന്നെ കറിവേപ്പിലൊക്കെ ഇങ്ങനെ ഫ്രഷ് ആയിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫും കൂടെ അത് ഞാനിപ്പോൾ മസാലയൊക്കെ തേച്ചുകൊണ്ട് ഒരു 1/4 മണിക്കൂറോളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാനതൊക്കെ റെഡിയാക്കിയതിന് ശേഷം അതിൻ്റെ ഇടയ്ക്ക് ഇത് ഇവിടെ വന്നിട്ട് മക്കളെയും കൂടി ഉണർത്തുന്നുണ്ട്. അവരൊരുപാട് ലേറ്റ് ആയിട്ടാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. മോള് മെഹന്തിയൊക്കെ ഇട്ടിട്ട് ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഉറങ്ങിയപ്പോൾ. ഈ ഒരു കൊറോണ സിറ്റുവേഷൻ ആയതുകൊണ്ട് ഒരുപാട് ലേറ്റ് ആയിട്ടാണ് നമ്മൾ ഉറങ്ങുന്നതൊക്കെ. അപ്പോൾ അവരിങ്ങനെ 8-8:30 ആയപ്പോൾ ഞാൻ വിളിച്ചപ്പോഴൊന്നും എണീക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാനൊരു 9-9:30 ആയപ്പോഴാണ് പിന്നെ വീണ്ടും പോയിട്ട് വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എണീക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ട്രിപ്പ് പോകണ്ടേ എന്ന് പറയുമ്പോഴാണ് കേട്ടോ എണീക്കുന്നത്.
പിന്നെ പ്രത്യേകിച്ചും അവരെ ചാനലിലേക്ക് വേണ്ടിയിട്ടും കൂടെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ എന്നോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു പെരുന്നാൾ ദിവസം അവരുടെ ട്രിപ്പൊക്കെ വീഡിയോ എടുക്കണം എന്നുള്ളത്. അപ്പോൾ അതും കൂടെ ഒക്കെ പറഞ്ഞപ്പോഴാണ് പിന്നെ രണ്ടുപേരും ഒന്ന് കണ്ണൊക്കെ തുറന്ന് എണീറ്റത്. മോള് മെഹന്തിയൊക്കെ ഇട്ടിട്ട് കിടന്നതായിരുന്നു. ഇനിയിപ്പോൾ കുറച്ച് സമയം അതിൻ്റെ ഇടയ്ക്ക് അവരുടെ ചാനലിലേക്കുള്ള വീഡിയോ ഷൂട്ട് ചെയ്യുമെന്നൊക്കെ ചോദിച്ചിട്ടാണ്. അത് പറഞ്ഞാൽ പിന്നെ രണ്ടുപേരും ഭയങ്കര ആക്റ്റീവാണ്. ഡയലോഗ്സ് പറയാനും റെഡി 1 2 3 പറഞ്ഞിട്ട് ഒരുമിച്ച് പറയണം, ഈദ് മുബാറക്ക് പറയണം എന്നൊക്കെയാണ് അവർ രണ്ടുപേരും കൂടെ പറയുന്നത് കേട്ടോ. അപ്പം ഇനി അവർക്ക് ഇതൊക്കെയാണ് ഇപ്പോൾ സന്തോഷം. കാരണം സ്കൂളില്ല, നാട്ടിലേക്കും പോകുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ അവർക്ക്. ചാനലിൽ എന്തെങ്കിലും ചെയ്യുക, അത് അപ്ലോഡ് ആക്കുക, അതിനാരെങ്കിലും കമൻറ്റ് ചെയ്യുമ്പം അത് വായിക്കുക, അതിന് റിപ്ലൈ കൊടുക്കുക, അതൊക്കെയാണ് ഇപ്പോഴത്തെ അവരുടെ എൻ്റർടൈൻമെൻറ്റ്. ബീഫ് ചില്ലിയുടെ ലാസ്റ്റ് ബാച്ച് ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ അവരെ ഉണർത്താനൊക്കെ പോകുന്നുണ്ടായിരുന്നത്. അവർ ഫ്രഷ് ആവാനൊക്കെ വേണ്ടിയിട്ട് ബാത്റൂമിൽ കയറ്റിയിട്ട് ഇപ്പോൾ ഞാൻ വീണ്ടും കിച്ചണിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അതങ്ങനെ കംപ്ലീറ്റ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ ഫ്രൈഡ് റൈസിൻ്റെ ആ ഒരു മിക്സിങ് ചെയ്യാണ് വെജിറ്റബിൾസ്. അപ്പോൾ ആദ്യം കുറച്ച് ഓയിൽ ഒഴിച്ച് അതിലേക്ക് നമ്മുടെ ചെറിയ ജീരകം കുറച്ചിട്ട് കൊടുക്കും. നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും മണമൊക്കെയാണ് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുമ്പം. എന്നിട്ട് പിന്നെ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ പച്ചമുളക് പൊടിയായി എറിഞ്ഞ് ചേർക്കും. പിന്നെ സ്പ്രിംഗ് ഓണിയൻ്റെ ആ ഒരു വൈറ്റ് പാർട്ട് ചേർക്കും. അതുപോലെ ഇങ്ങനെ കനം കുറഞ്ഞ അരിഞ്ഞെടുത്തിട്ടുള്ള ക്യാരറ്റ്, അതുപോലെ ബീൻസൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. വളരെ കുറച്ച് ഉപ്പ് ചേർക്കും. ചോറിൽ നമ്മൾ അത്യാവശ്യം ഉപ്പ് ചേർത്തിയതാണ്. അപ്പോൾ ഇതിലേക്ക് വളരെ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് മിക്സ് ചെയ്യും. അപ്പോൾ ക്യാരറ്റും അതുപോലെ തന്നെ ബീൻസും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കും, ഒന്ന് വേവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പിന്നെ അത് തുറന്നിട്ട് അതിനകത്തേക്ക് ക്യാപ്സിക്കം ചേർക്കും. ക്യാപ്സിക്കം കൂടെ ചേർത്ത് മിക്സിന് ശേഷം ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് സോയ സോസ് ചേർത്ത് കൊടുക്കും. അതുപോലെ തന്നെ റെഡ് ചില്ലി സോസ്, അത് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. ഒരു 1/4 ടീസ്പൂണൊക്കെ ചേർത്തിയാൽ മതിയാകും. പിന്നെ ടൊമാറ്റോ കെച്ചപ്പ് ഒരു 1-2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് അതും ചേർത്ത് കൊടുക്കും. പിന്നെ പെപ്പർ പൗഡർ, കുരുമുളകിൻ്റെ പൊടി ഒരു 1 ടേബിൾ സ്പൂണൊക്കെ ചേർക്കും. നമ്മൾ കംപ്ലീറ്റ് ചോറിലേക്കും വേണ്ടേ, അപ്പോൾ ഒരു 1 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഗരം മസാല പൗഡറും ഒരു 3/4 ടീസ്പൂണോളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒക്കെ ഇങ്ങനെ ടേസ്റ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഉപ്പും ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഞാൻ നേരത്തെ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ എന്ന് ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ കഷ്ണങ്ങൾ മാറ്റി ചീക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യും. പിന്നെ നമുക്ക് എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ. പക്ഷേ ഇന്നിപ്പോൾ ഞാനിങ്ങനെ നമ്മൾ പുറത്ത് കൊണ്ടുപോകല്ലേ, അപ്പോൾ നമുക്ക് മുട്ട ചേർത്ത് കഴിഞ്ഞാൽ എന്താ പറയുക, ഒരുമാതിരി ഒരു മണം വരും. നമ്മൾ കുറേ സമയം, നല്ല ചൂടാണ് ഇവിടെ, അപ്പോൾ കുറേ സമയം നമ്മളിങ്ങനെ കാറിൻ്റെ ബാക്കിൽ ഡിക്കിയിലൊക്കെ വെക്കുമ്പോഴേ ചിലപ്പോൾ പെട്ടെന്ന് ഒരുമാതിരി സ്മെല്ല് വരും മുട്ട ചേർത്ത് കഴിഞ്ഞാൽ. അപ്പോൾ മുട്ടയും കൂടെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റൊക്കെ തന്നെയാണ്. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ എന്തായാലും എഗ്ഗ് ചേർക്കാതെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് ഈ ഒരു വെജിറ്റബിൾസിൻ്റെ ഈ ഒരു മിക്സ് മാറ്റി വെച്ചിട്ട് കുറച്ചാണ് ഇപ്പോൾ റൈസ് മിക്സ് ചെയ്യുന്നത്. ബാക്കി കുറച്ച് നമ്മൾ പോകാൻ സമയമാകുമ്പം അപ്പോൾ ചൂടോട് കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് കഴിക്കാനുള്ള മാത്രം കുറച്ച് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ വേവിച്ച് ഊറ്റി വെച്ചിട്ടുള്ള ചോറുണ്ടല്ലോ, ആ ചോറിൽ നിന്നും കുറേശ്ശെ ആയിട്ട് ഇതുമായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ എപ്പോഴും നമ്മൾ ഫ്രൈഡ് റൈസ് ഈ ഒരു വെജിറ്റബിൾസ് ആയിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ തവി യൂസ് ചെയ്യാതെ, അതായത് നമ്മൾ എടുക്കുന്ന അതുണ്ടല്ലോ കയ്യിലോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാണ്ട് പാത്രം ഇങ്ങനെ തട്ടിയെടുത്ത് മിക്സ് ചെയ്യാമല്ലോ. അങ്ങനെയാണെങ്കിലാണ് കുറച്ചും കൂടെ നല്ല പെർഫെക്റ്റ് കിട്ടുക കേട്ടോ. റൈസ് അങ്ങനെ ഉടഞ്ഞൊന്നും പോവാതെ നല്ല പെർഫെക്റ്റ് കിട്ടുക അപ്പോഴാണ്. അപ്പോൾ ഞാനിപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട്, അതായത് കുട്ടികളൊക്കെ എണീറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഞാൻ ഉണ്ടാക്കുന്നില്ല. അപ്പോൾ നേരിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കുറച്ച് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു 11:30 ആയപ്പം പെരുന്നാൾ ഭക്ഷണം കഴിക്കുകയാണ്. എല്ലാവരും കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ പുറത്ത് പോകുമ്പോൾ ഡ്രസ്സ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഡ്രസ്സൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അതായത് നമ്മുടെ പെരുന്നാൾ ഡ്രസ്സൊന്നും ചെയ്തിട്ടില്ല. എല്ലാവരും കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഫുഡ് കഴിക്കുകയാണ്. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ തായ്ഫിലോട്ട് പോകുന്നത്, എൻ്റെ റിലേറ്റീവ് ഉണ്ട്, മക്കത്താണ് ആൾ താമസിക്കുന്നത്. അപ്പോൾ അവർക്ക് അവിടെ തായ്ഫിലും ഡ്യൂട്ടി ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവരുടെ ഒരു അറിവിലുള്ള ഒരു ഫാം ഹൗസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവരെയും കൂടെ മക്കത്തു നിന്ന് എടുത്തിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ അവരും അവരുടെ ആ ഒരു ബാച്ചിലേഴ്സ് റൂമിലൊക്കെ പെരുന്നാളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ അവരും ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് എത്തിയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ നാട്ടിലേക്കുള്ള പെരുന്നാൾ കോളും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് കേട്ടോ ജിദ്ദയിൽ നിന്ന് പുറപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് നമ്മുടെ എന്താ പറയുക തായ്ഫ് ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ, നമ്മുടെ ആ ഫാമിലുള്ള കാഴ്ചകൾ, പിന്നെ തായ്ഫിൽ തന്നെ നല്ലൊരു ഭംഗിയായിട്ടുള്ളൊരു മൗണ്ടെയിൻ ഉണ്ട്, അൽ ഷഫ മൗണ്ടെയിൻ എന്ന് പറഞ്ഞിട്ട്. തായ്ഫിൽ നിന്ന് കുറച്ചും കൂടെ പോയിട്ട്
അപ്പോൾ ആ ഒരു മൗണ്ടെയിനിൽ പോയിട്ടുള്ള വിശേഷങ്ങളും കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ട് 1-2 വീഡിയോ ആയിട്ടാണ് ഇനിയിപ്പോൾ ഞാൻ അപ്ലോഡ് ആക്കുക കേട്ടോ. അപ്പോൾ അതായിരിക്കും ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് അതുപോലെ തേർഡ് പാർട്ടായിട്ട് അപ്ലോഡ് ആക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ ആ സ്ഥലങ്ങളും കാര്യങ്ങളും കൂടെ കുറച്ചും കൂടെ കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. എല്ലാം കൂടെ ഒരു വീഡിയോനകത്താകുമ്പോൾ അത് ഒരുപാട് വലിയ ലെങ്ത് ആയിട്ടുള്ള വീഡിയോ ആകും. പിന്നെ നമുക്ക് ബോറടിക്കും അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കാണുമ്പോൾ. അപ്പം 1-2 പാർട്ടായിട്ടാകുമ്പം അത്രയ്ക്ക് അങ്ങോട്ട് പ്രശ്നം വരില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിലാണ് കേട്ടോ ഇൻക്ലൂഡ് ആക്കുന്നത്. ഇതിപ്പോൾ നമ്മുടെ ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടിപ്പം എല്ലാതും ഒന്ന് ക്ലീനാക്കി വെച്ച് ഇവിടേക്ക് ഒന്ന് റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീനാക്കി വെച്ചതിന് ശേഷമാണ് ഇനിയിപ്പം ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ടൊക്കെ റെഡി ആവുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തന്നെ വിചാരിക്കുകയാണ്. ഇൻഷാ അല്ലാ ഇനി അടുത്ത നമ്മുടെ തായ്ഫ് ട്രിപ്പ് അതുപോലെ തന്നെ തായ്ഫിലേക്കുള്ള യാത്രയും അതുപോലെ തായ്ഫിൽ ചെന്നിട്ടുള്ള ഫാമിലി വിശേഷങ്ങളും പിന്നെ നമ്മുടെ മൗണ്ടെയിൻ ബാക്കി നമ്മുടെ തായ്ഫിലെ ബാക്കിയുള്ള സ്ഥലങ്ങൾ നമ്മൾ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം ഇൻഷാ അല്ലാ വളരെ വൈകാതെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കാം. ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്